വെൻഡോ വേണോ റാപ്പിഡ് വേണോ ഏത് വേണമെങ്കിലും ഇവിടെ സ്റ്റോക്ക് റെഡിയാണ്. വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ 2018 വാഹനങ്ങളായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നേക്കുന്നത്. 2018 എന്ന് പറയുമ്പോൾ രണ്ടും ഏകദേശം സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ പുറത്തേക്ക് വന്ന വാഹനമാണ്. രണ്ട് ബ്രാൻഡാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏകദേശം എല്ലാം സെയിം തന്നെയാണ് ഇതിനകത്ത്. ആ ഗ്രിഡിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളില്ലാതെ രണ്ടും 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. വെൻഡോ നോക്കുകയാണെങ്കിൽ ഹൈലൈനിൽ വന്നൊക്കെ വാഹനമാണ്. എല്ലാവരും ഫീച്ചേഴ്സ് നമുക്ക് ഈ വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. ഇത് ഹൈലൈൻ വാഹനമല്ല എന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ വാഹനമല്ല, അതിന് ജസ്റ്റ് താഴെ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ ഈ രണ്ട് വാഹനം നമുക്ക് ഇന്നൊന്ന് ഫുള്ളായിട്ടൊന്ന് വിശദീകരിച്ച് ഒന്ന് പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം മാനുവൽ ട്രാൻസ്മിഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെൻഡോ, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെൻഡോ മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കണം. റൈറ്റ് സൈഡിൽ ഈ ഒരു സ്കോഡ റാപ്പിഡ് ഓട്ടോമാറ്റിക് വാഹനമാണ് വന്നേക്കണം. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നമുക്കൊന്ന് ഫുൾ കണ്ടേക്കാം. ഇന്ത്യസ് എക്സ്റ്റേഴ്സ് എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷനിലും വിശദമായിട്ട് ഞാൻ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും, കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിന് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് രണ്ട് ഒരേ കാറ്റഗറി പെടുന്ന വാഹനങ്ങളാണ് എത്തിയേക്കണം. ഒന്ന് നമ്മുടെ റാപ്പിഡാണ്, സ്കോഡ റാപ്പിഡും, ഒന്ന് ഫോക്സ്വാഗൻ്റെ വെൻഡോയാണ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി ഒന്ന് കണ്ടേക്കാം. വണ്ടിയുടെ ബോഡി ക്വാളിറ്റി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്കിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്ന് വേഗം പോകണം. വണ്ടി രണ്ടും 2018 ഇതിൻ്റെ മോഡൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് വാഹനങ്ങൾക്കും യാതൊരു രീതിയിലുള്ളൊരു ഇയറിൽ പഴമയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം സെയിം ആയിട്ട് ഇരിക്കുന്ന രണ്ട് വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബോഡി ക്വാളിറ്റിയൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എക്സ്റ്റീരിയർ പോർഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്കൊന്ന് വേഗം. ഫസ്റ്റ് നമുക്ക് റാപ്പിഡിൽ തുടങ്ങാം. ഇവിടെ വീലാസ് നോക്കാം. വീലാസ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു പൊട്ടിക്കൊരു ഡെന്ന് കണ്ട നല്ല ഗ്രിപ്പും കണ്ട ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിവിടെ ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ്. ഇവിടെയും ഗ്രില്ല് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെയും ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. താഴെ നമുക്ക് ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കർണാടക രജിസ്ട്രേഷനാണ്. നമുക്ക് നെയിം ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അതിനൊന്നും പ്രശ്നമില്ല. ഇവിടുത്തെ വീലാസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇനി സൈഡിലേക്ക് വരാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. രണ്ട് വിൻഷീൽഡായാലും നീറ്റായിട്ടിരിക്കുന്നു. വീലാസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡ് നീറ്റായിട്ടിരിക്കുന്നു. ലിഡിലേക്ക് വരാം. ലിഡായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ സൈഡ് പോർഷൻ ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാസ് നോക്കാം. വീലാസും ഓക്കെയാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് എന്ന് വെച്ചപ്പെടാം. ഡോർ പാഡ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ ഓറിയം കൺട്രോൾ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കമ്പനി സീറ്റ്സാണ് വന്നേക്കണേ. ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് എന്ന് വെച്ചപ്പെടാം. ഡാഷ് ബോർഡൊക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡാഷ് ബോർഡ് കിട്ടുന്നുണ്ട്. 81,000 കിലോമീറ്റർ വണ്ടി ഓടിയേക്കണം. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കാം. ഓട്ടോമാറ്റിക് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ വണ്ടിയുടെ സീറ്റ്സ് നോക്കാം. വണ്ടിയുള്ള സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വാങ്ങിക്കുന്ന പാസഞ്ചർ സൈഡിലേക്കൊന്ന് വേഗം ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇവിടെയും ഡോർ പാഡ് ശ്രദ്ധിക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലെഗ് റൂം ആയാലും ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കണം. ഇത് നമുക്ക് പയ്യെ വെൻഡോയിലേക്കൊന്ന് വേഗം. വെൻഡോൻ്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അതിനുശേഷം വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡ് നല്ല നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ലിഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് കാണാൻ പറ്റും. ബമ്പേഴ്സും അതേപോലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഗ്രില്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷൻ നോക്കാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് കാണാൻ പറ്റും. ഗ്ലാസും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഇവിടെയും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. അതേപോലെ തന്നെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ലിഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും വിത്ത് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ വീലാർസ് നോക്കാം.
ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോർ നോക്കാം. 2 ഡോറും നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് കാണാൻ പറ്റും. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചിപ്പെടാം. ഡോർ പാഡ്സ് ഡുവൽ ടോണിലാണ് ഡോർ പാഡ്സ് വന്നേക്കണേ. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഡിസ്പ്ലേ വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ്. അതേപോലെ ഇവിടെ നമുക്ക് സീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. റിയറിലെ സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രൂം നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വിശാലമായിട്ടുള്ളൊരു സ്പേസ് ആയിരുന്ന വാഹനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ റൂമിലേക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ലിഡ് നോക്കിയട്ടെ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വെൻറ്റോൻ്റെയും റാപ്പിൻ്റെയും ആ ഒരു എൻജിൻ റൂം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വെൻറ്റോയിലേക്ക് നോക്കാം. കേട്ടോ, നല്ല ഒതുങ്ങിയ പെട്രോൾ എഞ്ചിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, യാതൊരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും കൂടെ കിട്ടുന്നില്ല. നീറ്റായിട്ടിരിക്കുന്നു. ഓക്കെ, ഇതിൽ ലീക്കേജ് ഇങ്ങനെ നോക്കാം. അതേപോലെ തന്നെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് റാപ്പിഡിലേക്ക് വരാം. റാപ്പിഡ് നോക്കുമ്പോൾ ഇവിടെ ആയാലും നല്ല ക്വാളിറ്റി നിൽക്കുന്ന ഡീസൽ വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബാറ്ററിയൊക്കെ നോക്കാം. ബാറ്ററിയും പവർഫുൾ ബാറ്ററിയാണ്. അതുപോലെ പേസ്റ്റിങ്ങൊക്കെ നോക്കാം. ഉണ്ടോ, ഇതിൻ്റെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ 2 വാഹനങ്ങളും കണ്ടു കഴിഞ്ഞു. ഈ 2 വാഹനത്തിൽ നമുക്ക് റേറ്റിലേക്കൊന്ന് പോയേക്കാം. റേറ്റിലേക്ക് പോകാനാകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും കൊണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായ അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മാനുവൽ ട്രാൻസ്മിഷനിൽ നിൽക്കുന്ന വോക്സ്വാഗൺ വെൻറ്റോൻ്റെ ആസ്കിംഗ് പ്രൈസ് 6,35,000 രൂപയാണ്. എൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു റാപ്പിഡിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ വാഹനം റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7,300,000 വാഹനത്തിൻ്റെ വില വരുന്നത്. ഇത് കർണാടക രജിസ്ട്രേഷനാണ് റാപ്പിഡ് വന്നേക്കണം. അത് നമുക്ക് നെയിം ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് തരാൻ പറ്റും. NOC കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണത് ഈ ഒരു ജീപ്പ് കോമ്പസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നല്ല നീറ്റായിട്ടൊന്നും ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ വ്യൂവിലേക്ക് നമുക്കൊന്ന് നോക്കാം. എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദമായിട്ട് നമുക്ക് വീട്ടിൽ കൂടി തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ലിമിറ്റഡിൻ്റെ ബാഡ്ജിങ് കൂടെ കാണാൻ പറ്റും. 2017 മോഡൽ. പിന്നെ ഫുൾ വ്യൂവിലേക്ക് ഒന്ന് നോക്കാം. വണ്ടി നല്ല ക്വാളിറ്റി തന്നെ യൂസ് ചെയ്തേക്കണം. നീറ്റ് വണ്ടിയാണ്.